ഈസ്റ്റർ ദിവസം ചോദിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന് യേശു ശരിക്കും ഉദ്ധിതനായോ ഇല്ലയോ എന്നുള്ളതാണല്ലോ. ചരിത്രപരമായിട്ട് അതിനൊരു ഉത്തരം നൽകാൻ നമ്മളൊന്ന് നോക്കുകയാണ്. ഇപ്പോൾ ചരിത്രത്തിലെ ഏത് പ്രസ്ഥാനവും, നമുക്കറിയാവുന്ന ഏത് പ്രസ്ഥാനവും ഒന്ന് എടുത്തു നോക്കിക്കൊള്ളൂ. അതിന്റെ തുടക്കക്കാരും പിന്നീട് വന്നവരും ഒക്കെ വലിയ പ്രഗത്ഭരായിരുന്നു എന്ന് നമുക്കറിയാം. ഉദാഹരണത്തിന് മഹാത്മാഗാന്ധിക്ക് ശേഷം വന്ന ജവഹർലാൽ നെഹ്റു. ശശി തരൂർ പറയുന്നത് നെഹ്റു രാഷ്ട്രീയത്തിലല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് സാഹിത്യത്തിൽ നൊബേൽ പ്രൈസ് കിട്ടുമായിരുന്നെന്നാണ് പറയുന്നത്. അത്രയും ബുദ്ധിവൈഭവമുള്ള ഒരാളായിരുന്നല്ലോ ജവഹർലാൽ നെഹ്റു. കാൾ മാർക്സിനൊപ്പവും അദ്ദേഹത്തിന് ശേഷവും ഉണ്ടായിരുന്ന ഫ്രെഡറിക് ഏംഗൽസ്. ദാസ് ക്യാപിറ്റല് കംപ്ലീറ്റ് ചെയ്യുന്നത് സത്യത്തിൽ ഫ്രെഡറിക് ഏംഗൽസ് ആണ്. വലിയ ബുദ്ധിമാനും കഴിവുറ്റവനുമായിരുന്നു. ശ്രീ ബുദ്ധയ്ക്ക് ശേഷം വന്ന ആനന്ദ് ബുദ്ധയുടെ സന്തത സഹചാരിയാണ്. പിന്നീട് ബുദ്ധ മരിച്ചതിന് ശേഷം ഈ ആനന്ദാണ് ബുദ്ധയുടെ ആയിരക്കണക്കിന് പ്രഭാഷണങ്ങൾ ഇങ്ങനെ ഓർമ്മയിൽ നിന്നും പറയണത്. അത്രയും ഓർമ്മയും ബുദ്ധിശക്തിയുള്ള ആളായിരുന്നു ഈ ആനന്ദ്. ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് ശേഷം വന്ന സ്വാമി വിവേകാനന്ദൻ. ബേലൂർ മഠത്തിൽ വെച്ച് അദ്ദേഹം മരിക്കുമ്പോൾ 39 വയസ്സാണ് ഈ വിവേകാനന്ദന്. അതിനുള്ളിൽ തന്നെ ഈ ഷിക്കാഗോ പ്രസംഗത്തിലൂടെയൊക്കെ ലോക പ്രശസ്തനായി തീർന്ന ആളാണല്ലോ വിവേകാനന്ദൻ. പറഞ്ഞു വന്നത് ഏത് പ്രസ്ഥാനവും തുടങ്ങിയതും പിന്നീട് വന്നവരും ഒക്കെ വലിയ പ്രാഗൽഭ്യമുള്ളവരായി. അവരിലൂടെയാണ് ആ പ്രസ്ഥാനമൊക്കെ ഇങ്ങനെ ലോക പ്രശസ്തമായി തീർന്നത്. ഇത്തരം വസ്തുതകളുമായിട്ട് നമ്മൾ ഈ സഭയുടെ വളർച്ചയൊന്ന് താരതമ്യം ചെയ്യുന്നത് നല്ലതായിരിക്കും. സഭയുടെ തുടക്കക്കാരൻ ക്രിസ്തുവാണ്, പിന്നീട് വന്നത് ശിഷ്യന്മാരാണ്. ആരായിരുന്നു ക്രിസ്തു, ആരായിരുന്നു ശിഷ്യന്മാർ? നമ്മൾ ഇന്ന് എല്ലാ മുക്കിലും മൂലയിലുമുള്ള സഭയുടെ പ്രസ്ഥാനങ്ങൾ കണ്ടുകൊണ്ടല്ല ക്രിസ്തുവിനെ കാണേണ്ടത്. ആ 1-ാം നൂറ്റാണ്ടിൽ ആരായിരുന്നു ക്രിസ്തു? യേശു ഇങ്ങനെ മിശിഹായായിട്ടാണ് അവിടെ അന്നത്തെ കുറച്ചു പേർ മനസ്സിലാക്കുന്നത്. പക്ഷേ യേശു അല്ലാതെ മറ്റു മിശിഹാമാരും ഉണ്ടായിരുന്നു യഹൂദ മതത്തിൽ. ഉദാഹരണത്തിന് ദാവീദ് മിശിഹായായിട്ട് കരുതപ്പെടുകയും ആഘോഷിക്കപ്പെടുകയും ചെയ്ത ആളാണ്. മക്കബയൻ വിപ്ലവത്തിന്റെ സമയത്ത് യൂദാസ് മക്കബയൻ എന്ന് പറയുന്ന ആള് മിശിഹായായിട്ട് യഹൂദര് കരുതിയതാണ്. അപ്പൊ ദാവീദിനെയും യൂദാസിനെയും ഒക്കെ നോക്കി നമുക്ക് മനസ്സിലാവും വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നവരാണ്. ഒരാൾ രാജ്യം വിസ്തൃതമാക്കുന്നുണ്ട്. യൂദാസ് മക്കബയസ് അന്നത്തെ യഹൂദരുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നുണ്ട്. വലിയ ചരിത്ര മാറ്റങ്ങൾക്ക് ഇവരൊക്കെ നിമിത്തമായവരാണ്. അവരെ വെച്ച് നോക്കുമ്പോൾ സത്യത്തിൽ യേശുവിലൂടെ വന്ന വലിയ ചരിത്രപരമായ മാറ്റങ്ങൾ എന്താ? ലോകം കീഴ്മേൽ മറിഞ്ഞൊന്നുമില്ല. യേശു ജീവിച്ചിരിക്കുമ്പോഴും പിന്നീടും റോമാക്കാർ തന്നെയാണ് ഇസ്രായേലിനെ കീഴ്പ്പെടുത്തി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സുവിശേഷങ്ങൾ ഇഷ്ടം പോലെ പിച്ചക്കാരും കുഷ്ഠരോഗികളും ഗണികകളും ഒക്കെ ഉള്ള വലിയ ദാരിദ്ര്യവും പട്ടിണിയും ഉള്ള കാലത്ത് യേശു അത്തരം മാറ്റങ്ങൾക്കൊന്നും നിമിത്തമായില്ലല്ലോ. അതുകൊണ്ട് തന്നെ യേശു മിശിഹായാണോ എന്നുള്ളതിനെ കുറിച്ച് അന്ന് തന്നെ സംശയങ്ങളുണ്ട്. അതിന് മറുപടിയായിട്ട് യേശു പറയുന്നത് തന്നിലൂടെ ആവിഷ്കരിക്കപ്പെടുന്ന ദൈവരാജ്യം ഒരു കടുകുമണി മരമായി തീരുന്ന രീതിയിൽ നിശബ്ദമായിട്ടായിരിക്കും ഇവിടെ പടരുക എന്നാണ്. മാവിൽ എങ്ങനെയാണ് പുളിമാവ് പ്രവർത്തിക്കുക, ആ രീതിയിലായിരിക്കും തന്നിലൂടെ ആവിഷ്കരിക്കുന്ന ദൈവരാജ്യം ഇവിടെ ആവിഷ്കൃതമാവുക എന്നാണ്. എന്ന് വെച്ചാൽ വളരെ നിശബ്ദമായിട്ടായിരിക്കും. ദാവീദ് എന്ന മിശിഹായോ യൂദാസ് മക്കബയൻ എന്ന് പറയുന്ന മിശിഹായോ കൊണ്ടുവരാൻ നോക്കിയ മാറ്റങ്ങൾ കണക്കായിരിക്കില്ല ഈ യേശുവിലൂടെ കൊണ്ടുവരപ്പെട്ട മാറ്റങ്ങൾ. അതുകൊണ്ട് ഈ ചരിത്രപരമായി നോക്കിയാൽ വലിയ മാറ്റങ്ങൾ, ലോകം കീഴ്മേൽ മറിക്കത്തക്ക മാറ്റങ്ങളൊന്നും യേശുവിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടില്ല. അതുകൊണ്ടായിരിക്കണം അക്കാലത്ത് എഴുതപ്പെട്ട ഈ റോമാ സാമ്രാജ്യത്തെക്കുറിച്ച് എഴുതപ്പെട്ട ചരിത്രമുണ്ട്. 30 പുസ്തകങ്ങൾ നീണ്ടു നിൽക്കുന്ന ഫ്ലാവിയസ് ജോസേഫസിന്റെ ചരിത്രമാണ്. ഈ റോമാ സാമ്രാജ്യത്തിന്റെ ഭാഗമാണല്ലോ ഈ ഇസ്രായേൽ എന്ന് പറയുന്നത്. അതിനകത്ത് ഈ 30 പുസ്തകങ്ങളിൽ യേശുവിനെ കുറിച്ച് ഒരൊറ്റ സെന്റൻസ് ആണ്, ഒരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോയ ഒരു സെന്റൻസ് മാത്രമേ യേശുവിനെ കുറിച്ചുള്ളൂ. പറഞ്ഞു വരുന്നത് ഈ ലോക ചരിത്രത്തിന്റെ കണ്ണിലൂടെ നോക്കിയാൽ ദാവീദ് കണക്കോ യൂദാസ് കണക്കോ ഉള്ള മാറ്റങ്ങളൊന്നും യേശു കൊണ്ടുവന്നില്ല. ആകെ 2-3 ഗ്രാമങ്ങളിൽ മാത്രം കുറച്ച് സാധുക്കളായിട്ടുള്ള മനുഷ്യർക്ക് കരുതൽ കൊടുത്തും വേദന മാറ്റിയും ഒക്കെ ജീവിച്ച ഒരാളാണ്. അതുകൊണ്ടാണ് അത് കാര്യമായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടാതെ പോവുക. ബൈബിളിൽ ഒഴികെയുള്ള ചരിത്രങ്ങളിൽ കാര്യമായിട്ട് രേഖപ്പെടുത്തപ്പെടാതെ പോകുന്നത് അങ്ങനെയാണ്. അത് യേശുവിന്റെ കാര്യം. പിന്നീട് വന്ന ശിഷ്യന്മാരെ നമുക്ക് നോക്കാം. നമുക്കറിയാം, യേശു മരിക്കുവോളം യേശുവിനെ പിടുത്തം കിട്ടിയ ഒരാൾ പോലും ആ 12 പേരുടെ കൂട്ടത്തിലില്ല. ആകെയുള്ള കുറച്ചെങ്കിലും പിടുത്തം കിട്ടിയെന്ന് നമുക്ക് തോന്നുന്നത് പത്രോസാണ്. ആ പത്രോസിനെ തന്നെ യേശു വിളിക്കുന്നത് സാത്താൻ എന്നൊക്കെയാണല്ലോ. കാര്യമായിട്ടൊന്നും തന്നെ പിടുത്തം കിട്ടിയില്ല. യേശു രക്തം വീർക്കുമ്പോൾ പിന്നെ അവരൊക്കെ കിടന്ന് ഉറങ്ങുകയാണ്. ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ തുണി ഉരിഞ്ഞ് നഗ്നനായി ഓടിപ്പോയെന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. അത് ഈ 12 അപ്പോസ്തലന്മാരെയും കുറിക്കാവുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പറഞ്ഞു വരുന്നത് യേശു ഉദ്ധാനം ചെയ്തില്ലായിരുന്നു, മരിച്ചു പോയിരുന്നു, എല്ലാ കാലത്തേക്കുമായി മരിച്ചു പോയിരുന്നുവെങ്കിൽ ഈ ക്രൈസ്തവ സഭ എന്നത് എന്നേ മണ്ണടിഞ്ഞു പോകേണ്ടതായിരുന്നു. കാരണം ക്രിസ്തുവിന് ശേഷം ഈ സഭയുടെ ഉത്തരവാദിത്വം മുഴുവൻ ഏൽപ്പിക്കുന്ന പത്രോസ് എന്ന് പറയുന്ന ആള് ഒരു വേലക്കാരി പെണ്ണിന്റെ മുമ്പ് വെച്ച് ആലിലെ പോലെ വിറച്ചയാളാണ്. അപ്പോൾ ഈ ക്രിസ്തു ഒരു സാധാരണ കുറ്റവാളിയെ പോലെ മരിച്ചു പോയിരുന്നെങ്കിൽ ഈ സഭയെന്ന് പറയുന്ന പ്രസ്ഥാനം മുമ്പോട്ട് പോകേണ്ടതല്ല. പക്ഷേ വേലക്കാരി പെണ്ണിന്റെ മുമ്പിൽ വെച്ച് ആലിലെ പോലെ വിറച്ച പത്രോസ് പിന്നെ യേശുവിന്റെ കൊലയാളികളുടെ മധ്യത്തിലേക്ക് ചെന്നിട്ടാണ് നിങ്ങൾ കൊന്ന ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് സധൈര്യം പ്രഘോഷിക്കുന്നത്. ഇതിന് എവിടുന്നാണ് ഇയാൾക്ക് ഈ കരുത്ത് കിട്ടുന്നത്? വെറുതെ ഒരു സാധാരണ
സാധാരണ മരണമായിരുന്നു യേശുവിൻ്റെതെങ്കിൽ ഇത് ചെയ്യാൻ ഈ പത്രോസിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? വേറൊന്നും കൂടെ അതിനോട് ചേർത്ത് പറയുന്നത്, പത്രോസ് എന്ന് പറയുന്ന മുക്കുവനും യഹൂദനുമായിട്ടുള്ള ആള് കൊർണേലിയൂസ് എന്ന് പറയുന്ന വിജാതിന്റെ വീട്ടിൽ ചെന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ യഹൂദർക്ക് വിജാതിയരുമായിട്ട് ഒരു സമ്പർക്കവും പാടില്ലെന്ന് ഞങ്ങളുടെ ബൈബിൾ, ഞങ്ങളുടെ സ്ക്രിപ്ചർ പറഞ്ഞതായിട്ട് നിങ്ങൾക്കറിയാമല്ലോ. അതങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ വിജാതിയിലോട്ട് യാതൊരു ഇടപെടലും പാടില്ല. ഇതാണ് പത്രോസ് വായിച്ചിട്ടുള്ള ബൈബിൾ പറഞ്ഞത്. എന്നിട്ടും ഈ പത്രോസ് ഒരു വിജാതിയരെ സ്വീകരിക്കണം, തന്റെ സഭയിലേക്ക് സ്വീകരിക്കുക. ഇതിന് ഇയാൾക്ക് ധൈര്യം കിട്ടിയത്, ഈ തുറവി എവിടെ നിന്നാണ് ഇയാൾക്ക് കിട്ടുക? അത് പൗലോസിലേക്ക് വരിക. പൗലോസ് പറയണത് ഞാൻ സഭയെ പീഡിപ്പിച്ച ആളാണെന്ന് പൗലോസ് തന്നെ പറയുന്നുണ്ട്. അതിന് അദ്ദേഹത്തിന് കാരണവുമുണ്ട്. കാരണം അദ്ദേഹം വായിച്ച ബൈബിള് പറയണത് മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവൻ, ഒരു ക്രിമിനലിനെ പോലെ തൂക്കിലേറ്റപ്പെട്ട ക്രിസ്തു ബൈബിൾ അനുസരിച്ച്, പഴയ നിയമ ബൈബിൾ അനുസരിച്ച് ശപിക്കപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് അതിനെ അത്തരം ഒരാളെ മിശിഹായിട്ട് കാണുന്ന സഭയെ തീർക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ദൈവദത്തമായ വിളിയായിട്ടാണ് പൗലോസ് കാണുന്നത്. ഈ പൗലോസാണ് പിന്നീട് എന്നിട്ട് ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന് പറയണത്. പൗലോസ് ആയാലും പത്രോസ് ആയാലും ഇവരൊക്കെ ക്രിസ്തുവിൽ നിന്നും ദൂരം പാലിക്കാനോ ക്രിസ്തുവിൽ നിന്ന് ഒളിച്ചോടാനോ ക്രിസ്തുവിനെ തീർക്കാനോ ശ്രമിച്ചവരാണ്. എന്നിട്ടും ഇവർ തന്നെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരായിട്ട് എങ്ങനെയാണ് മാറുന്നത്? നമ്മൾ അങ്ങനെ ഈ ചരിത്ര വസ്തുതയുടെ മുമ്പിൽ നിന്ന് നമ്മൾ പറഞ്ഞു പോവുകയാണ്. എന്തോ ഒന്ന് അവർ കാണുകയാണ്, എന്തോ ഒരു സംഭവം അവർ കാണുകയാണ്. ക്രിസ്തുവിന് മരിക്കാനാവില്ലെന്നുള്ള ഒരു ചരിത്ര സംഭവം അവരുടെ കണ്ണുകൾ കൊണ്ട് അവർ കാണുകയാണ്. അതിനെ തുടർന്നാണ് ഇവർ തീ പിടിച്ച മനുഷ്യരായിട്ടൊക്കെ മാറുന്നത്. ഒരെണ്ണം കൂടെ ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മർക്കോസ് 1:1 അതിങ്ങനെയാണ്, ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. അങ്ങനെയാണ് മർക്കോസ് 1:1. അതിനകത്ത് 2 വാക്കുകൾ ശ്രദ്ധിക്കണം. ഒന്ന് ദൈവപുത്രൻ, 2 സുവിശേഷം. ഈ 2 വാക്കുകളും നമ്മൾ ഇന്ന് ആത്മീയമായിട്ട് ഉപയോഗിക്കുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഈ 2 വാക്കുകളും രാഷ്ട്രീയപരമായിരുന്നു. ദൈവപുത്രൻ എന്നത് യേശുവിന് ദശകങ്ങൾക്ക് മുമ്പ് അഗസ്റ്റസ് സീസർ തന്നെ കുറിച്ച് തന്നെ പറയാൻ ഉപയോഗിച്ച വാക്കാണ് പുത്രൻ, ഹൂയിയോസ് തേവു. അഗസ്റ്റസ് സീസറും പിന്നീട് വന്നവരൊക്കെ ഈ അഗസ്റ്റസ് സീസറിന്റെ പിന്മുറക്കാരായിട്ട് വന്ന എല്ലാ സീസർമാരും ദൈവപുത്രനായിട്ടാണ് റോമാ സാമ്രാജ്യം ആഘോഷിച്ചത്. അവരുടെ ഭരണമാണ് സുവിശേഷം, നല്ല വാർത്ത, യുവാങ്കേലിയോൺ. കാര്യം വ്യക്തമാക്കാൻ പറയുകയാണ്. ഇപ്പോൾ കേന്ദ്രത്തിലിരിക്കുന്ന BJP സർക്കാർ പറയുന്നത് അവരുടെ സർക്കാർ വന്നതോടെ അച്ചാദിൻ ഇന്ത്യയിൽ വന്നു. അപ്പൊ അച്ചാദിൻ ഒരു പൊളിറ്റിക്കൽ ടേമാണ് എന്നതുപോലെ സുവിശേഷം, നല്ല വാർത്ത, യുവാങ്കേലിയോൺ ഒരു പൊളിറ്റിക്കൽ ടേമാണ്. സീസറിന്റെ ഭരണത്തെയാണ് സുവിശേഷം എന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ ദൈവപുത്രനായ സീസർമാർ സ്ഥാപിച്ചെടുക്കുന്ന കാര്യമാണ് ഈ സുവിശേഷം. ഇതിന്റെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ മർക്കോസ് 1:1 വായിക്കാൻ. ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം എന്ന് വെച്ചാൽ സീസറിന് പകരമായിട്ട് ഇവിടെ വേറൊരു ദൈവപുത്രനുണ്ട്, സീസറിന്റെ സുവിശേഷത്തിന് പകരമായിട്ട് മറ്റൊരു സുവിശേഷമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ നടപടി പുസ്തകം 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഈ ക്രൈസ്തവർ യേശു എന്ന മറ്റൊരു രാജാവ് ഉണ്ടെന്ന് പഠിപ്പിച്ച് സീസറിന്റെ കൽപ്പനകൾക്കെതിരായിട്ട് ആളുകളെ തിരിക്കുന്നു. നോക്കൂ, ഇവിടെ ആരോപണം, ക്രൈസ്തവർക്കെതിരായിട്ടുള്ള ആരോപണം പരസ്പരം സ്നേഹിക്കുക, പരസ്പരം ക്ഷമിക്കുക എന്നൊക്കെ പഠിപ്പിച്ചു എന്നുള്ളതല്ല. സീസർ അല്ലാതെ യേശു എന്ന മറ്റൊരു രാജാവ് ഉണ്ടെന്ന് പഠിപ്പിച്ചുകൊണ്ട് സീസറിന്റെ കൽപ്പനകൾക്കെതിരായിട്ട് നിൽക്കുന്നു. ഇതാണ് അവർക്കെതിരെയുള്ള ആരോപണം. അപ്പോൾ അത് രാഷ്ട്രീയപരമാണ് ആരോപണം. വ്യക്തമാക്കാൻ ഞാൻ ഇങ്ങനെ പറയാണ്, ഞാൻ ഡൽഹിയിൽ പോകുന്നു, ഞാൻ ഡൽഹിയിൽ പോയി നമ്മൾ പരസ്പരം സ്നേഹിക്കണം, ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ജയിലിൽ പെടില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ പറയുകയാണ്, നരേന്ദ്രമോദി അല്ല ഇവിടുത്തെ പ്രധാനമന്ത്രി, മറ്റൊരാളാണ് ഇവിടുത്തെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ അത് രാജ്യദ്രോഹമാണ്, ഞാൻ ജയിലിൽ പോകും. സമാനമായ കാര്യമാണ് ഈ ആദിമസഭയിൽ ഉണ്ടായത്. നമുക്കിനി കൂടുതൽ ഈ ചരിത്രപരമായിട്ട് മുമ്പോട്ട് പോകാം. മർക്കോസിന് ഇത് എങ്ങനെ എഴുതാൻ പറ്റി? സീസറിന് ബദലായിട്ട് ഇവിടെ മറ്റൊരു ദൈവപുത്രനുണ്ടെന്നും സീസറിൻ്റെതല്ല സുവിശേഷം, യേശുവിൻ്റെതാണ് സുവിശേഷം എന്നും ഇയാൾക്ക് എഴുതാൻ പറ്റിയത് എങ്ങനെയാണ്? ഇത് റോമിൽ ഇരുന്നാണ് മർക്കോസ് എഴുതുന്നത്. AD 70 എഴുതുന്നത്. AD 70. AD 64 മർക്കോസിന്റെ സഭയിൽപ്പെട്ട നേതാക്കന്മാർ 2 പേരും കൊല്ലപ്പെട്ടു. നീറോ ചക്രവർത്തിയുടെ സമയത്ത് പത്രോസ് തലകീഴായിട്ട് കുരിശിൽ തറയ്ക്കപ്പെടുന്നുണ്ട്, പൗലോസിന്റെ കഴുത്തറക്കപ്പെടുന്നുണ്ട്. 64 6 കൊല്ലത്തിന് ശേഷം അതേ റോമൻ പട്ടണത്തിൽ ഇരുന്നിട്ടാണ് മർക്കോസ് ഇത് എഴുതുന്നത്. ഇത് എഴുതുന്നത് വഴി അയാളുടെ വിധി അയാൾ തന്നെ ഉറപ്പിക്കുകയാണ്. ഈ യേശുവിനെ ക്രിസ്തുവായിട്ട് ദൈവപുത്രനായിട്ട് അംഗീകരിച്ചവരൊക്കെ എങ്ങനെയാണ് അവരുടെ അന്ത്യമെന്ന് നമുക്കറിയാം. 12 അപ്പസ്തോലന്മാരിൽ എല്ലാവരും തന്നെ റോമൻ സാമ്രാജ്യത്തിന്റെ വാളിനിരയാവുകയാണല്ലോ. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇവർ ഈ ക്രിസ്തുവിനെ പ്രഘോഷിച്ചു എന്നുള്ളതാണ്. നിങ്ങൾക്കൊന്ന് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് ഇവർ പറയുകയാണ്. ഇത് എങ്ങനെയാണ് ഇവർക്ക് സാധിക്കുക? ഏത് സൈക്കോളജി കൊണ്ടോ ഏത് തത്വശാസ്ത്രം കൊണ്ടോ നമുക്കിത് വിശദീകരിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്നേയുള്ളൂ, അവരൊരു സംഭവത്തിന് സാക്ഷിയാവുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കുന്നത് നല്ല വാർത്തയെന്നാണ്. ഇതൊരു വാർത്തയാണ്, ഇതൊരു സംഭവമാണ്, അതിനവർ സാക്ഷിയാവുകയാണ്. ക്രിസ്തു മരിച്ചു പോയിട്ടില്ലെങ്കിൽ പിന്നെ അവർക്ക് അവർ ക്രിസ്തുവിനോട് ജീവിച്ചേ പറ്റൂ, ക്രിസ്തുവിനെ പ്രഘോഷിച്ചേ പറ്റൂ. മരണത്തിന് തടഞ്ഞു നിൽക്കാനാവില്ലെന്നുള്ളൊരു വാർത്ത കേട്ടവർ, ആ വാർത്ത അനുഭവിച്ച് അവർ പിന്നീട് അവനെക്കുറിച്ച് പ്രഘോഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ നമ്മൾ
അതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാവരും അംഗീകരിച്ചൊരു വാർത്തയല്ല. അത് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. ഉദ്ധിതൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ചിലർ അവനിൽ വിശ്വസിച്ചു, ചിലരാകട്ടെ അവനെ വിശ്വസിച്ചില്ല എന്നാണ് നമ്മൾ വായിക്കുക. അപ്പോൾ അവൻ മരിച്ചുപോയി എന്ന് വിചാരിക്കുന്നവർ അവർ കിടന്നുറങ്ങാൻ പോകുന്നുണ്ട്, അവരുടെ ജീവിതവുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. പക്ഷേ അവൻ മരിച്ചില്ല, അവൻ ഇന്നും ജീവിക്കുന്നു എന്നറിഞ്ഞവർ അവന് വേണ്ടി ഇങ്ങനെ പാഞ്ഞു നടക്കുന്നതുമായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. ഒരു ചെറിയൊരു രണ്ട് കാര്യങ്ങളൊന്ന് താരതമ്യം ചെയ്യാനും കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് പഴയ നിയമത്തിൽ നിന്നാണ്, രണ്ടാമതൊന്ന് പുതിയ നിയമത്തിലേതാണ്. ഈ പഴയ നിയമത്തിൽ ഈ ജെറുസലേം ദേവാലയം തകർക്കപ്പെടുന്നുണ്ട്. ഈ നെബൂഖദ്നേസറിന്റെ കീഴിൽ ബാബിലോണിയൻ സൈന്യം വന്നിട്ട് ജെറുസലേം പട്ടണത്തിന് ചുറ്റും ഉപരോധം ഏർപ്പെടുത്തും. കൊടിയ ദാരിദ്ര്യവും പട്ടിണിയും അതോടുകൂടി ജെറുസലേമിൽ വരികയാണ്. ഭക്ഷണം കിട്ടുന്നില്ല. നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിക്കും, സ്ത്രീകൾ പ്രസവിച്ച് ജീവനില്ലാതെ കുട്ടികൾ ഉണ്ടാകുമ്പോൾ അതിന്റെ മാംസം, ആ കുഞ്ഞുങ്ങളുടെ മാംസം ഭക്ഷിച്ചാണ് മാതാപിതാക്കന്മാർ വിശപ്പടക്കിയിരുന്നത്. അങ്ങനത്തെ ദാരുണമായ കാര്യങ്ങൾ അതിനകത്തൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഒടുക്കം ഈ യഹൂദരെ കീഴടങ്ങുകയാണ്. ബാബിലോണിയൻ സൈന്യം ജെറുസലേമിലേക്ക്, ദേവാലയത്തിലേക്ക് ഇരച്ചു കയറി വരുന്നു. സകലതും വെള്ളി കൊണ്ടും സ്വർണ്ണം കൊണ്ടുള്ള എല്ലാ പാത്രങ്ങളും എടുത്തുകൊണ്ട് പോവുകയാണ്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ദൈവ സാന്നിധ്യത്തിന്റെ അടയാളമായ വാഗ്ദാന പേടകം അന്ന് നഷ്ടപ്പെട്ടതാണ്. ഇന്ന് വരെ തിരിച്ചു കിട്ടിയിട്ടില്ല. ആർക്ക് ഓഫ് ദ കവനന്റ് എന്ന് പറയുന്ന സാധനം അന്ന് കളഞ്ഞു പോയതാണ്. എന്നിട്ട് ഇവർ പോകുന്നതിന് മുമ്പ് ഈ ഇവരുടെ രാജാവായ, യഹൂദരുടെ രാജാവായ സദക്കിയയുടെ മുമ്പിൽ വെച്ച് അയാളുടെ 2 ആൺകുട്ടികളെ കൊല്ലും. എന്നിട്ട് ഇയാളുടെ 2 കണ്ണുകൾ തുറന്നു മാറ്റും. അപ്പോൾ സദക്കിയയുടെ അവസാനമായിട്ട് അയാൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് തന്റെ ആൺകുട്ടികൾ കൊല്ലപ്പെടുന്നത്. എന്നിട്ട് നായയെ പോലെ ചെയിനിൽ ചങ്ങലക്കിട്ട് കൊണ്ടുപോവാണ്. മുഴുവൻ ആരോഗ്യമുള്ള യഹൂദരെയും കൊണ്ടുപോകുന്നതിന് മുമ്പ് ഈ ജെറുസലേം ദേവാലയം തീയിട്ട് ചാരമാകും. അതിൽ നിന്നും ഇങ്ങനെ പുക ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുക. അതിന്റെ മധ്യത്തിലേക്ക് ഈ എസെക്കിയേൽ ചെന്ന് നിൽക്കും. എസെക്കിയേൽ പിടിക്കപ്പെട്ടിരുന്നില്ല. എസെക്കിയേൽ ചെന്ന് നിൽക്കും. എന്നിട്ട് എസെക്കിയേൽ പറയും, തകർന്ന് തരിപ്പണമായി കിടക്കുന്ന തന്റെ ദൈവത്തിന്റെ ദേവാലയം, കൈവിട്ടുപോയ തന്റെ ദേശം, നഷ്ടപ്പെട്ടു പോയ തന്റെ രാജാവ്, ഇതിന്റെ ഒക്കെ മുമ്പിൽ നിന്നുകൊണ്ട് സകല പ്രതീക്ഷകളും തകർന്നു കിടക്കുമ്പോൾ എസെക്കിയേൽ പറയും, ദേവദാരുവിന്റെ ഒരു കൊമ്പ് എടുത്ത് മലമുകളിൽ എന്റെ ദൈവം കൊണ്ട് നടും. ആ കൊമ്പ് വളർന്ന് വലിയ ദേവദാരുവായി മാറും. അതിന്റെ ശിഖരങ്ങളിൽ കിളികൾ വന്ന് ചേക്കേറുകയും അതിന്റെ തണലിൽ മൃഗങ്ങൾ വന്ന് വിശ്രമിക്കുകയും ചെയ്യും. യഹോവയാണ് എന്റെ ദൈവമായ കർത്താവ്. തകർന്ന് ആയി കിടക്കുമ്പോഴും അയാളുടെ നോട്ടം പോകുന്നത് ഒരിക്കലും മരിക്കാത്ത, തോൽക്കാത്ത യഹോവയിലേക്കാണ്. സമാനമാണ് നമ്മൾ ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ. വെളിപാട് പുസ്തകം 21-ാം അധ്യായം, അവിടെ ഒരു പ്രതീക്ഷയുടെ ചില കാര്യങ്ങൾ, പുതിയ ആകാശം പുതിയ ഭൂമി എന്ന കീഴിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കീഴിൽ വലിയ മതപീഡനം അരങ്ങേറുന്ന സമയം, ആദിമ ക്രിസ്ത്യാനികൾക്ക് ഭീകരമായിട്ട് വേട്ടയാടപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്ത സമയം. അക്കാലത്ത് ഈ വെളിപാട് പുസ്തകം എഴുതിയ ആൾ പറയും, എന്റെ ദൈവം, അയാൾ നീതിമാനെന്നും വിശ്വസ്തനെന്നും സത്യവാനെന്നും അറിയപ്പെടുന്നു. അയാൾ വെള്ള കുതിരപ്പുറത്ത് കയറി വരിക തന്നെ ചെയ്യും. ഈ വലിയ പീഡനത്തിന്റെ മധ്യത്തിലും അദ്ദേഹം കാണുന്നത് വെള്ള കുതിരപ്പുറത്ത് കയറി വരുന്ന, ഇന്നും ജീവിക്കുന്ന നീതിമാനും വിശ്വസ്തനും സത്യവാനുമായ അയാളുടെ ദൈവത്തെയാണ്. അതുകൊണ്ട് അദ്ദേഹം പറയും, ദുഃഖമോ മുറവിളിയോ ഉണ്ടാവില്ല. എപ്പോഴാണ് ഇത് പറയണത്? ദുഃഖവും മുറവിളിയും മാത്രം കേൾക്കുമ്പോൾ, മരണം അയാളുടെ കൺമുമ്പിൽ നൃത്തം ചവിട്ടുമ്പോൾ അയാൾ പറയും, മരണമുണ്ടാവില്ല, ദുഃഖമുണ്ടാവില്ല, മുറവിളി ഉണ്ടാവില്ല. പറഞ്ഞു വരുന്നത് സഹോദരങ്ങളെ, എല്ലാ കാലത്തും ഇവിടെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എല്ലാ കാലത്തും ചില മനുഷ്യർ ഇങ്ങനെ നെഞ്ചിൽ കുറിച്ചിട്ടു ദൈവത്തിന് എല്ലാ കാലത്തേക്കുമായിട്ട് മരിച്ചു പോകാനാവില്ല. അങ്ങനെയുള്ള മനുഷ്യർ ഇവിടുത്തെ തിന്മ നിറഞ്ഞ ഇതിനോട് ഒരിക്കലും രാജിയാകാതിരിക്കുകയും ദൈവത്തിനും ദൈവത്തിന്റെ നന്മയ്ക്കും വേണ്ടി എല്ലാ കാലത്തും നിലയുറപ്പിക്കുകയും ചെയ്തു. വെളിപാട് പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യം, 2 ശക്തികൾ തമ്മിലുള്ള യുദ്ധം നടക്കുന്നുണ്ട്. ഒരു വലിയ മൃഗവും ഒരു കുഞ്ഞാടും തമ്മിലുള്ള യുദ്ധമാണ്. നോർമലി കുഞ്ഞാട് തോൽക്കുകയും വലിയ മൃഗം ജയിക്കുകയും ചെയ്യും. പക്ഷെ വെളിപാട് പുസ്തകം പറയും, കുഞ്ഞാടിൻ്റെതായിരിക്കും അവസാനത്തെ ജയം. അയാളോട് അത് പറയാൻ അയാൾക്കുള്ള ഉറപ്പെന്താണ്? പണ്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ കുരിശിൽ അങ്ങേയറ്റം തകർന്നു പോയ യേശു മരണത്തെ തോൽപ്പിച്ചു വന്നുവെങ്കിൽ, ആ അതിഭീഷണമായ റോമാ സാമ്രാജ്യത്തെയും യഹൂദ പൗരോഹിത്യ പ്രമാണിത്വത്തെയും തോൽപ്പിച്ച് ഈ യേശു ഉദ്ധിതനായെങ്കിൽ ഏത് മൃഗത്തിന്റെ മുമ്പിലും ഈ കുഞ്ഞാട് തോൽക്കുകയില്ല. ഇതാണ് വെളിപാട് പുസ്തകം പറഞ്ഞു വയ്ക്കുക. നമുക്ക് നമ്മളിലേക്ക് വരാം. ചുറ്റുവട്ടത്തും നോക്കുമ്പോൾ നിരാശ നിറയുന്ന കുറെ വാർത്തകളും കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അപ്പോഴും സ്വയം ചോദിക്കേണ്ടത്, എന്റെ യേശു എല്ലാ കാലത്തേക്കുമായി മരിച്ചു പോയോ ഇല്ലയോ എന്നുള്ളതാണ്. മരിച്ചു പോയിട്ടുണ്ട് എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കിടന്നുറങ്ങണം. മരിച്ചു പോയിട്ടില്ലെങ്കിൽ അവന് വേണ്ടി ജീവിക്കുക, അവന് വേണ്ടി വിയർക്കുക, അവന്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ മാർഗം മൃഗത്തിന്റെ മാർഗമല്ല, നമ്മുടെ മാർഗം കുഞ്ഞാടിന്റെ മാർഗമാണ്. മൃഗം പറയുന്നത് സീസറിനെ കുറിക്കുന്നതാണ്. മൃഗം വാൾ എടുക്കുക എന്നാണ് പറയുന്നത്. പക്ഷേ കുഞ്ഞാട് പറയുന്നത് വാൾ അതിന്റെ ഉറയിലിടുക എന്ന് തന്നെയാണ്. അരുൺ ഷൂറി, പണ്ടത്തെ വലിയ RSS ബുദ്ധിജീവിയായിരുന്ന അരുൺ ഷൂറിയുടെ ഒരു നിരീക്ഷണമുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്നൊരു സംഗതി ഈ തെറ്റായ ഒരു പ്രയോഗമാണ്. ആ പ്രയോഗം കേട്ടാൽ നമുക്ക് തോന്നും മുഴുവൻ ഇന്ത്യയും സ്വാതന്ത്ര്യ സമരത്തിലായിരുന്നു. അങ്ങനെ അല്ലല്ലോ. 10-20% മനുഷ്യർ മാത്രമാണ് ഗാന്ധിയും നെഹ്റുവിനും ഒപ്പം നിന്ന് പോരാടിയത്. ബാക്കി 80% മനുഷ്യരും അവരുടേതായ ലോകങ്ങളിലായിരുന്നു. ഈ 20% ഗാന്ധിയും നെഹ്റുവിനും ഒപ്പം നിന്നവരാണ് എന്നത് കണക്ക് എല്ലാ കാലത്തും നന്മയ്ക്കൊപ്പം നിലയുറപ്പിക്കുന്ന, നന്മ
നന്മയ്ക്ക് മരിക്കാനാവില്ലെന്ന് പറയുന്ന, ദൈവത്തിന് തോൽക്കാൻ പറ്റില്ലെന്ന് പറയുന്ന ഒരു 20% മനുഷ്യരുണ്ട്. ഒരു ന്യൂനപക്ഷം ഇവിടെയുണ്ട്. ആ ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെ നോക്കാതിരിക്കുക. കുറെ മനുഷ്യർ അവരവരുടേതായ സുഖങ്ങളിൽ ഏർപ്പെടുമ്പോഴും അവരവരുടെ സ്വാർത്ഥതകളിൽ ഏർപ്പെടുമ്പോഴും ഈ കടുകുമണി പോലെയുള്ള ഈ ചെറിയ മനുഷ്യർ, കുറച്ചു മനുഷ്യർ, അവർ ഈ ദൈവത്തിന് വേണ്ടി നിലയുറപ്പിക്കുക തന്നെ ചെയ്യും, ദൈവത്തിന് വേണ്ടി ജീവിക്കുക തന്നെ ചെയ്യും. എല്ലാവർക്കും ഹാപ്പി